ഇപ്പോൾ സൗമ്യയുടെ വീട്ടിലാണുള്ളത്. വളരെ സ്വാഭാവികമായും അമ്മയ്ക്കൊക്കെ തന്നെ വൈകാരികമായൊരു അന്തരീക്ഷം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ ജയിലധികൃതരുടെ ഒരു വീഴ്ചയാണോ ഇങ്ങനെ ഒരു ഇതിന് കാരണം? അമ്മ അങ്ങനെയാണോ കരുതുന്നത്? ജയിലധികൃതരുടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അല്ലേ, അതെ, അത് ശരിയാണ്. ഇത് സൗമ്യയുടെ ഫോട്ടോ പുറകിലിരുന്നിട്ടല്ല, എൻ്റെ മനസ്സിലാണ് അവള്. അവള് ജനിച്ച ഇത്ര കാലം വരെ ഞാൻ അവളെ വളർത്തിണ്ടാക്കിയത് അങ്ങനെയാണ്. ഇന്നുള്ള പെൺകുട്ടികളുടെ കാര്യം പോലെ അല്ല എൻ്റെ മകൾ വളർത്തിണ്ടാക്കിയത്. ഒരമ്മ ഇതുപോലെ വേദനിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവരുത്. ഒരമ്മ ഇങ്ങനെ വേദനിക്കാനുള്ള ഒരവസ്ഥ ഒരമ്മയ്ക്ക് ഉണ്ടാവരുത്. നമ്മളങ്ങനെ അത്രയും ഇതായിട്ടാണ് ഇന്ന് ജീവിക്കണത്. വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അതീവ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ണൂർ ജയിലിനെ കാണുന്നത്. അപ്പോൾ വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അമ്മ അങ്ങനെയാണോ കരുതുന്നത്? അമ്മ ഇതിനൊരു വലിയ വീഴ്ചയായിട്ട് തന്നെയാണോ കരുതുന്നത്? എന്താണ് അമ്മയ്ക്ക് അതിൽ പറയാനുള്ളത്? നമുക്കറിയാം അമ്മയുടെ മാനസികാവസ്ഥ നമുക്കറിയാവുന്നതാണ്. അമ്മ ഏതൊരു വല്ലാത്തൊരു ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു അല്ലേ? ഞെട്ടിക്കണത് തന്നെയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അമ്മ വലിയൊരു നിയമ പോരാട്ടത്തിലൂടെയാണ് ഈ ഒരു നീതി അല്ലെങ്കിൽ ഒരു ശിക്ഷയൊക്കെ ഗോവിന്ദച്ചാമിക്ക് വാങ്ങി നൽകിയത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായില്ലേ? ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഇത് എൻ്റെ മോൾക്ക് ഇത് സംഭവിച്ചപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മുതൽ എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ജനങ്ങൾ ഉണ്ട്, വലിയ വലിയ ആൾക്കാർ തന്നെ. അതെനിക്ക് എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട്. അത്രയും ആൾക്കാർ എൻ്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ എൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പോരാടി വിജയിച്ച് വന്ന് ഞാൻ അവനെ തൃശ്ശൂർ കോടതി മുഖത്തിൽ ഹൈക്കോടതി വരെ തൂക്കുകാർ മേടിച്ചു കൊടുത്തത്. അവിടുന്ന് ഇങ്ങോട്ട് സുപ്രീം കോടതി പോയിട്ടാണ് ഞാൻ അത് എന്തെല്ലോ ആയി. പിന്നെ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് അവന് പുറലോകം കാണരുതെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു വെച്ചത്. അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ പുറലോകം കാണില്ലല്ലോ എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചിട്ടാണ് ഇന്നത്തെ ഈ രാവിലത്തെ ഈ ഒരു വാർത്ത എനിക്ക് കേൾക്കേണ്ടി വന്നത്. പുറത്തുനിന്നൊരു സഹായം ഗോവിന്ദച്ചാമിക്ക് ഉണ്ടെന്ന് നമുക്ക് കരുതുന്നുണ്ടോ? പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ എന്തായാലും അവനൊരാളുടെ സപ്പോർട്ട് ഇല്ലാതെ അവൻ ഈ പണി ചെയ്യില്ല. അതെന്തന്നെ ആയാലും അത് അങ്ങനെയാണ്. അത് ഞാരെന്ത് പറഞ്ഞാലും സാരമില്ല. ഇത്രയും വലിയൊരു ഒറ്റ കൈകാരന്, അവൻ ഇവിടുന്ന് അങ്ങോട്ട് കൈയില്ലാത്ത ഒരുത്തൻ എങ്ങനെ ഈ ഇതെല്ലാം പൊളിച്ചുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും വലിയൊരു മതിൽ കയറി ഇറങ്ങണമെങ്കിൽ എത്രയും സപ്പോർട്ട് വേണ്ടേ? സപ്പോർട്ടില്ലാതെ ഇയാൾക്ക് കയറാൻ പറ്റുമോ? എന്തായാലും അത് വഴിയേ അറിയാം. ആദ്യം ഇവനെ പിടിക്കണ കാര്യം നടക്കട്ടെ. ഇവൻ എത്രയും പെട്ടെന്ന് ഇവനെ പിടിക്കപ്പെടണം. ആദ്യഘട്ടത്തിൽ ഈ വിചാരണയുടെ ഘട്ടത്തിലൊക്കെ വലിയ വക്കീൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വരുന്നു. അപ്പൊ തന്നെ ഒരു വലിയൊരു സാമ്പത്തിക സ്രോതസ് ഈ ഗോവിന്ദച്ചാമിക്ക് പിന്നിലുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കരുതിയിരുന്നു. അന്ന് അങ്ങനെയല്ല ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവന് പിന്നിൽ ആരെല്ലാം ഉണ്ട്. അല്ലാതെ ഈ ആളൂരാൻ വക്കീലിനെ പോലുള്ള ആൾക്കാർ വരില്ലല്ലോ. ആളൂരാൻ വക്കീൽ വന്നു. ഇപ്പൊ എന്തുണ്ടായി? അയാളോട് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാനല്ല, എൻ്റെ കൂടെ ഓരോ പരിപാടിക്ക് വന്ന് ഓരോ ജനങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് നിന്റെ തലയിൽ ഇടുത്തി വീഴുന്നു. ആ ഇടുത്തിയല്ല അയാളുടെ തലയിൽ വീണത്. അത് അയാൾ മരണപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത് തന്നെ ഗോവിന്ദച്ചാമിയുടെ മരണം കേൾക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. ആ ആളെ ഇതാണ് ഇപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ കേൾക്കേണ്ടി വന്നത്. അപ്പം മനസ്സ് പതറിപ്പോയി. പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലപ്പം ഞാൻ നിൽക്കണം. കയ്യനായ ഒരാൾ ഇങ്ങനെ ഒരു വലിയ മതില് തുണി വെച്ച് ചാടിക്കിടക്കുന്നു. അതിന് പല സുരക്ഷാ മതിലുകളുണ്ടെന്നാണ് പറയുന്നത്. ഇലക്ട്രിക് ഫെൻസിങ് അടക്കം ഉള്ള ഒരു മതിലുകളൊക്കെ ഈ കണ്ണൂർ ജയിലിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര വലിയൊരു സുരക്ഷാ സംവിധാനം എങ്ങനെ മറികടന്നു എന്നുള്ളൊരു വലിയ ചോദ്യം. അതന്നെയല്ലേ ഇപ്പൊ പറഞ്ഞോണ്ട് ഇത്രയും വലിയ സുരക്ഷിത ഉണ്ടായി, ഇത്രയും വലിയൊരു മതിൽ ചാടി കയറി ഇറങ്ങണച്ചിട്ടുണ്ടെങ്കിൽ അവന് പിന്നിലൊരാളുണ്ട്. പുറത്തും അകത്തും ആളുള്ള കാരണം കൊണ്ടല്ലേ ഇവനിങ്ങനെ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ ഇവന് എങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ മതിലിൻ്റെ ഒന്ന് താഴത്തേക്ക് എത്തി?
എങ്ങനെ എത്തി? നമ്മൾ സാമാന്യം നമ്മളിപ്പോൾ ചെറിയൊരു മതിലായാൽ പോലും നമ്മൾക്കൊന്ന് ഇറങ്ങണത്തിന് എത്ര അതിൻ്റെ മേലെ കൊത്തിപ്പിടിച്ച് കയറി ഇറങ്ങാൻ എത്ര പ്രയാസപ്പെടുന്നു. ആ ആളെ എങ്ങനെ ഇത്രയും വലിയൊരു മതിലിൻ്റെ മേലിൽ നിന്ന് കയറി ഇറങ്ങി തുണി ആയാലും എന്തായാലും അതെങ്ങനെ ഇവൻ ഇറങ്ങി? അപ്പം അതിന് പിന്നിലും മുന്നിലും അവന് സപ്പോർട്ടുണ്ട്. അതെന്തായാലും അതുണ്ട്. തന്നെ പിടിക്കുമെന്നൊരു പ്രത്യാശ അമ്മയ്ക്കുണ്ടോ? ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ പോലീസ് എല്ലാ പോലീസുകാരും ഒരുപോലെയല്ല. അത് കാരണം കൊണ്ട് നമ്മുടെ പോലീസുകാർ എന്തായാലും ഇയാളെ പിടിച്ചിരിക്കും. പില്ലെങ്കിൽ ഈ കണ്ണൂര് ഇന്നും ജനം എന്നെ വിളിക്കുന്നുണ്ട് പല സമയത്തും, അമ്മയെ സുഖാണോ ചോദിച്ചിട്ട്. അതെന്ത് കാരണം കൊണ്ടാണ്? സൗമ്യ മറക്കാത്ത കാരണം കൊണ്ടാണ്. സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഇന്നും മറക്കാത്ത കാരണം കൊണ്ടാണ് ആ നാട്ടിലുള്ള ജനം ഇന്ന് എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നവൻ പുറത്തിറങ്ങി ഈ ഫോട്ടോ കാണുമ്പം അവിടുത്തെ ജനങ്ങൾ തുള്ളി ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഈ ഫോട്ടോ കാണുന്ന കോടാരക്കോടി ജനങ്ങളും അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് അവനെ പിടിക്കില്ല എന്നുള്ള വിചാരമില്ല, പിടിച്ചിരിക്കും. നമ്മുടെ നാട്ടിൽ അതുപോലുള്ള പോലീസുകാരുണ്ട്. അത്രയും ഞാൻ പറഞ്ഞില്ല, ചളിയിലും കുണ്ടിലെല്ലാം പോയി പൂന്ത് കടന്നാൽ പോലും ആ കള്ളന്മാരും പീഡനത്തിന് ഇതായവർ എത്ര പേരെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവര്. അപ്പൊ പിന്നെ ഇവനെ പോയിട്ടാണോ അവർക്ക് പിടിക്കാൻ പ്രയാസം? അവർ പിടിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ ഏതെങ്കിലും പരാതി നൽകിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒന്നിനും പോയിട്ടില്ല. ഇപ്പൊ ഒന്നിനും ഞാൻ പോകില്ല. ആദ്യം അവനെ പിടിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങള്. അങ്ങനെയാണ് സൗമ്യയുടെ അമ്മ പറയുന്നത്. ഏതായാലും വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് സംബന്ധിച്ച് പരിശോധന വേണമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ